ടോപ്പ് ട്യൂഷന്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ഫിസിക്സ് ചാപ്റ്റർ 1 സൗണ്ട് വേവ്സിലെ ടെക്സ്റ്റ് ബാക്കിലുള്ള ലെറ്റസ് എസസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. First statement, sound and light are transverse waves. Second one, sound and light are longitudinal waves. Third, sound is a longitudinal wave and light is a transverse wave. Sound is a transverse wave and light is a longitudinal wave. Okay. അപ്പോൾ ആദ്യം നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താണ്, ട്രാൻസ്വേഴ്സ് വേവ് എന്താണെന്ന് അറിയണം അല്ലേ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുമ്പോൾ അതിലെ പാർട്ടിക്കിൾസ് ബാക്ക്വേർഡും ഫോർവേഡും ആയിട്ടായിരിക്കും, അതായത് പാരലലായിട്ടായിരിക്കും മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ സൗണ്ടിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സൗണ്ടിന് എയർ അത്യാവശ്യമാണ്. അപ്പോൾ എയറിലൂടെ പാർട്ടിക്കിൾസ്, അതായത് നമ്മുടെ സൗണ്ട് പുറത്ത് വരുമ്പോൾ എയറോട് കൂടിയാണ് പുറത്ത് വരുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ബാക്ക് ആൻഡ് ഫോർത്ത് ആയിരിക്കും. ഓക്കെ. ട്രാൻസ്വേഴ്സിൻ്റെ കേസ് പറയാന്നുണ്ടെങ്കിൽ അവിടെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ലൈറ്റിലൂടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മോഷനിലായിരിക്കും. ലൈറ്റിന് എയറിൻ്റെ ആവശ്യമൊന്നുമില്ല, സ്പേസിൽ തന്നെ അതിനെ മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സോ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ സി ആണ് ആൻസർ. സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആൻഡ് ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ. ക്വസ്റ്റ്യൻ, ദ അപ്പർ ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി സൗണ്ട് ദാറ്റ് എ ബാറ്റ് ക്യാൻ ഹിയർ ഈസ് 120 kHz. If so, what is the maximum wavelength of sound it can hear? Consider the speed of sound as 350 meter per second. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബാറ്റിന് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ മാക്സിമം ഫ്രീക്വൻസി ലിമിറ്റ് എന്ന് പറയുന്നത് 120 kHz ആണ്. ഓക്കെ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ സൗണ്ടിൻ്റെ മാക്സിമം വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ്. ഇവിടെ സ്പീഡ് നമുക്ക് 350 meter per second എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ഇത് വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് ലാംഡ ഈക്വൽ ടു സി ബൈ എഫ് എന്ന് പറയുന്നത്. ലാംഡ വേവ് ലെങ്ത്തിനെ ഡിനോട്ട് ചെയ്യുന്നു, സി വേവ് സ്പീഡിനെ, അതുപോലെ തന്നെ എഫ് ഫ്രീക്വൻസിനെ. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന വാല്യൂസ് ഒന്ന് എടുത്തെഴുതാം. ആൻസർ ഗിവൺ സി ഈക്വൽ ടു 350 meter per second. അതായത് നമ്മുടെ വേവ് സ്പീഡ് എന്ന് പറയുന്നത് 350 ആണ്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 120 kHz. ഇനി ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ ലാംഡ ഈക്വൽ ടു 350 ഡിവൈഡ് ബൈ 1,20,000 എന്നാണ്. 1,20,000 എന്താണെന്ന് വെച്ചാൽ ഈ 120 kHz നമ്മൾ ഹേർട്സിലേക്ക് കൺവേർട്ട് ചെയ്താണ്. സോ നമുക്ക് 0.0029 എന്ന് കിട്ടും, അതായത് 2.092 mm. ഇതാണ് മാക്സിമം വേവ് ലെങ്ത് ഓഫ് ദാറ്റ് സൗണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്രീക്വൻസി ക്യാൻ ബി ഹേർഡ് ബൈ ഹ്യൂമൻസ്. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രീക്വൻസീസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഫ്രീക്വൻസിയിലായിരിക്കും ഹ്യൂമൻസിന് കേൾക്കാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഹ്യൂമൻസിന് ആക്ച്വലി 20 Hz മുതൽ 20,000 Hz വരെ കേൾക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെയാണ് തന്നിരിക്കണമെന്ന് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ 5 Hz, സെക്കൻഡ് 2000 Hz, തേർഡ് 200 kHz ആൻഡ് ഡി 50 kHz. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 5 Hz ആണ്, അതായത് 20 Hz എന്ന് പറയുന്നതാണല്ലോ അതിൻ്റെ ലോവർ ലിമിറ്റ്. അപ്പോൾ ഇത് തീരെ ചെറുതായിപ്പോയി. നെക്സ്റ്റ് എന്ന് പറയുന്നത് 2000 Hz ആണ്. ലാസ്റ്റത്തെ രണ്ട് ഓപ്ഷനും kHz ആണ്, അതായത് നമുക്ക് ആക്ച്വലി നമ്മുടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 20,000 Hz ആണ്. അപ്പോൾ എന്തായാലും ഇത് രണ്ടെണ്ണം അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2000 Hz ആണ്. ക്വസ്റ്റ്യൻ, എ വേവ് ഹാസ് ഫ്രീക്വൻസി ഓഫ് 2 kHz and a wavelength of 35 cm. How far does this wave travel in 0.5 seconds? അതായത് ഒരു വേവിൻ്റെ ഫ്രീക്വൻസി 2 kHz ആണ്, വേവ് ലെങ്ത് 35 cm ആണ്. ചോദിച്ചിരിക്കുന്നത് 0.5 സെക്കൻഡിൽ ഈ വേവ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് ഒന്ന് എടുത്തെഴുതാം. ഫ്രീക്വൻസി 2 kHz ആണ്, വേവ് ലെങ്ത് 35 cm, ടൈം 0.5 സെക്കൻഡ്സും ആണ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം സ്പീഡ് എത്രയാണെന്നുള്ളത് അറിയണം. സോ നമുക്ക് ആദ്യം വേവിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാം. ടു ഫൈൻഡ് ദ സ്പീഡ് ഓഫ് വേവ്,
സ്പീഡ് ഓഫ് വേവ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. അപ്പോൾ ഫ്രീക്വൻസി നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇത് കിലോ ഹേർട്സിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഹേർട്സിലാക്കി കൺവേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വേവ് ലെങ്ത് 35 സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അതിന് മീറ്ററിലേക്കും കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 2000 ഹേർട്സ് എന്നും 0.35 മീറ്റർ എന്നുമാണ്. അങ്ങനെ വരുമ്പോൾ സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത് 700 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് സ്പീഡ് കിട്ടി. ഇനി ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫോർമുല യൂസ് ചെയ്ത് പറയാം. സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ. അപ്പോൾ ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ വേവ്, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് വേവ് ഇൻറ്റു ടൈം. സ്പീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 700 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു നമുക്ക് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് 0.5 സെക്കൻഡ്സ്. അങ്ങനെ വരുമ്പോൾ 0.5 സെക്കൻഡ്സിൽ 350 മീറ്റർ ആണ് കവർ ചെയ്തിരിക്കുന്നത്. Question: What is the frequency of a wave that produces 50 crests and 50 troughs in 0.5 seconds? അതായത് ഒരു വേവ് 50 ക്രസ്റ്റും 50 ട്രോഫ്സും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 0.5 സെക്കൻഡ്സിൽ. അപ്പോൾ ആ വേവിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ക്രസ്റ്റും ട്രോഫും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ പോർഷനെ നമ്മൾ ട്രോഫ് എന്നും പറയും. ഒരു ക്രസ്റ്റും ട്രോഫും ചേർന്നിട്ടുള്ളതാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ സൈക്കിൾ 1, സൈക്കിൾ 2, അങ്ങനെ നമുക്കിവിടെ 2 കംപ്ലീറ്റ് സൈക്കിൾ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈ വേവിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് പറയാം 50 ക്രസ്റ്റും 50 ട്രോഫ്സും ചേർന്നിങ്ങനെ 50 കംപ്ലീറ്റ് സൈക്കിൾസ് ആണ് ഉള്ളതെന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഓക്കെ. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് സൈക്കിൾ എന്ന് പറയുന്നത് 50 ആണ്. ടൈം ഓൾറെഡി ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് 0.5 സെക്കൻഡ്സ് എന്ന്. അങ്ങനെ വരുമ്പോൾ ആ വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 ഹേർട്സ് ആണ്. Question: Which of the following is different regarding the waves given in the figures 1.31a and 1.31b? അപ്പോൾ ഇതാണ് 2 ഗ്രാഫിക് ഇലസ്ട്രേഷൻസ്. അതായത് വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് രണ്ടെണ്ണം എങ്ങനെയാണ് ഡിഫറെൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ ഫ്രീക്വൻസി അതുപോലെ തന്നെ വേവ് ലെങ്ത്തും രണ്ടിൻ്റെയും സെയിം ആണ്. ഈ 2 ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി അതുപോലെ തന്നെ വേവ് ലെങ്ത്തും രണ്ടും സെയിം ആണ്. ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡിലാണ്. ഓക്കെ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലും ഇവിടെ കുറവുമായിട്ടാണ് കാണുന്നത്. സോ നമ്മൾ ആൻസർ ഇത് തന്നെയാണോ എന്ന് നോക്കാം. ആൻസർ: ഹിയർ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ആർ സെയിം ഇൻ ബോത്ത് ദി ഗ്രാഫ്സ്. ആംപ്ലിറ്റ്യൂഡ് ഈസ് ഡിഫറെൻറ്റ്. എന്താണ് ഡിഫറെൻ്റ് എന്ന് പറയാൻ കാരണം ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പോയിന്റ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ലെസ് ഇൻ ഫിഗർ ബി ആൻഡ് മോർ ഇൻ ഫിഗർ എ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസമാണ് ഈ 2 ഗ്രാഫിലും കാണുന്നത്. ഓക്കെ. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷൻ്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷൻ്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷൻ്റെ എക്സാം റിവിഷൻ ആൻഡ് എക്സാം പ്രിപ്പറേഷനിലൂടെ ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 8006066363. Question: The distance between two adjacent troughs of a transverse wave is 2 meter. Find the frequency if its speed is 20 meter per second. ഓക്കെ. അതായത് ഇപ്പോൾ ഇതാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ഇതിൽ 2 ട്രോഫ്സ് എന്ന് പറഞ്ഞാൽ ഈ താഴെ കിടക്കുന്ന ഈ സാധനത്തിനെയാണ് ട്രോഫ്സ് എന്ന് പറയുന്നത്. ഈ 2 ട്രോഫ്സിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്ററാണ്. ആൻഡ് ഈ വേവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫ്രീക്വൻസിയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് ഒന്ന് എഴുതാം.
ഗിവൺ വേവ് ലെങ്ത് ഈക്വൽ ടു 2. എങ്ങനെയാണ് വേവ് ലെങ്ത് 2 എന്ന് കിട്ടിയത്? നമ്മൾ പറഞ്ഞു രണ്ട് ട്രോഫ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെ തന്നെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്നും പറയുന്നത്. സോ വേവ് ലെങ്ത് 2 എന്ന് കിട്ടി. ഈ വേവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസിയാണ്. ഓക്കെ, നമുക്കറിയാം വേവ് സ്പീഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണെന്ന്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സ്പീഡ് ബൈ വേവ് ലെങ്ത് ചെയ്താൽ മതി. അതായത് 20/2. അപ്പോൾ ഈ വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 ഹെർട്സ് ആണ്. ക്വസ്റ്റ്യൻ, വെൻ സൗണ്ട് പാസസ് ത്രൂ എ മീഡിയം ഡാഷ് ട്രാവൽസ്. അതായത് സൗണ്ട് ഒരു മീഡിയത്തിലൂടെ പോകുമ്പോൾ എന്തായിരിക്കും അതിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടാവുക? ഓപ്ഷൻസ് എന്തൊക്കെയായിരിക്കും നോക്കാം. ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം, അതായത് മീഡിയത്തിലുള്ള പാർട്ടിക്കിൾ ആണോ അതുവഴി ട്രാവൽ ചെയ്യുന്നത്, അല്ല വേവ്സ് ആണോ ട്രാവൽ ചെയ്യുന്നത്, ദ സോഴ്സ് ഓഫ് ദ സൗണ്ട്, സൗണ്ടിൻ്റെ സോഴ്സ് ആയിരിക്കുമോ, അല്ല ദ മീഡിയം ഇറ്റ് സെൽഫ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൗണ്ട് ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണ് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം, അതായത് മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് സോഴ്സിൽ നിന്ന് റിസീവറിലോട്ട് അത് ട്രാൻസ്ഫർ ആവില്ല. അത് ജസ്റ്റ് ആ മീഡിയത്തിൽ ഓസിലേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. പിന്നെന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ് വേവ്സ്. വേവ്സ് എന്ന് പറയുമ്പോൾ വേവ്സ് പാർട്ടിക്കിൾസിനെ വൈബ്രേറ്റ് ചെയ്യും, അതുവഴി എനർജി ട്രാൻസ്ഫർ ചെയ്യും. ഒരു സോഴ്സിൽ നിന്ന് റിസീവറിലേക്ക് ഈ വൈബ്രേറ്റ് ചെയ്ത എനർജീസ് ട്രാൻസ്ഫർ ചെയ്യും. മൂന്നാമത്തെ പറയുന്നതാണ് സോഴ്സ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. അതായത് സോഴ്സ് ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കിയ സ്ഥലം, അതായത് സൗണ്ട് ജനറേറ്റ് ആയ സ്ഥലം. അപ്പോൾ അതൊരിക്കലും ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ആവില്ല. പിന്നെന്ന് പറയുന്നത് മീഡിയമാണ്. മീഡിയം ഒരിക്കലും മൂവ് ചെയ്യില്ല, അപ്പോൾ അതുമല്ല. അപ്പോൾ ഈ സൗണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ട്രാവൽ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വേവ്സ് ആണ് ട്രാവൽ ചെയ്യുന്നത്. കാരണം വേവ്സിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ആയി ആ വൈബ്രേഷൻ എനർജി സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? വേവ് എന്നാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ, 2 pit balls are suspended near the 2 prongs of a tuning fork fixed on a table so as to touch the prongs. A person plays a piano sitting near this system. അതായത് 2 പിറ്റ് ബോൾസ് ട്യൂണിംഗ് ഫോർക്കിന് 2 പ്രോങ്സിൻ്റെ അടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ അടുത്ത് തന്നെ ഒരാളിരുന്ന് പിയാനോയും വായിക്കുന്നുണ്ട്. ഇതാണ് സിറ്റുവേഷൻ. എന്താണ് ട്യൂണിംഗ് ഫോർക്ക് എന്നും പ്രോങ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത്. ഈ 2 സാധനമാണ് പ്രോങ്സ് എന്ന് പറയുന്നത്. ഇതാണ് പിറ്റ് ബോൾസും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്തിരുന്നിട്ടാണ് ഒരാൾ പിയാനോ വായിക്കുന്നത്. ഇതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ, ഇൻ ദിസ് കേസ് ദ പിറ്റ് ബോൾസ് മൂവ് സ്ലൈറ്റ്ലി, വാട്ട് ഈസ് ദ റീസൺ? അപ്പോൾ ഒരാൾ ഇവിടെ ഇരുന്ന് പിയാനോ വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഇവിടെ ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട് എന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ പിറ്റ് ബോൾസ് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണോ ഇക്കോ ആണോ എന്നുള്ളത്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവരിനെ പുഷ് ചെയ്യുകയോ പുള്ള് ചെയ്യുകയോ ചെയ്യുന്നതിനാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫേസിൽ നമ്മുടെ സൗണ്ട് പോയി തട്ടി അത് തിരിച്ച് ആ ലിസണർക്ക് തന്നെ വരുന്നതാണ് എക്കോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 ഓപ്ഷൻസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. കാരണം ഇവിടെ ട്യൂണിംഗ് ഫോർക്കിൽ നിന്ന് വരുന്ന വൈബ്രേഷനും പിയാനോയിൽ നിന്ന് വരുന്ന വൈബ്രേഷനും എല്ലാം എക്സ്റ്റേണൽ വൈബ്രേഷൻസ് ആണ്. ഇതൊരു ഫോഴ്സ് പോലെ ആക്ട് ചെയ്ത് ഈ പിറ്റ് ബോൾസിൽ പോയി തട്ടുന്ന സമയത്ത് ആ പിറ്റ് ബോൾസ് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യും. സോ അതാണ് ഇതിൻ്റെ ആൻസർ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഇതെങ്ങനെയാണ് എഴുതിയിരിക്കണം എന്നുള്ളത് നോക്കാം. ഫോഴ്സ്ഡ് വൈബ്രേഷൻ, സൗണ്ട് വേവ്സ് ഫ്രം ദ പിയാനോ ആൻഡ് ദ വൈബ്രേഷൻ ഫ്രം ദ ട്യൂണിംഗ് ഫോർക്ക് provide the external vibrations that causes the pit balls to move. Question, while playing certain notes on the piano, the pit balls are thrown to a maximum distance. Which phenomenon is responsible for this? അതായത് നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ചില നോട്ട്സ് പിയാനോയിൽ വായിക്കുന്ന സമയത്ത് പിറ്റ് ബോൾസ് നല്ലോണം മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, അതായത് മാക്സിമം ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഫിനോമിനൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓപ്ഷൻ തന്നിട്ടുണ്ട് റിവർബറേഷനും റെസൊണൻസും ആണ്. ആദ്യം നമുക്ക് റിവർബറേഷൻ എന്താണ്, റെസൊണൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. റിവർബറേഷൻ എന്ന് പറയുമ്പോൾ എക്കോ പോലെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു സർഫേസിൽ പോയി തട്ടുന്നു, അത് തിരിച്ച് നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. റിവർബറേഷൻ കുറച്ചും കൂടി അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ പോലെയാണ്. അതായത് ഈ റിഫ്ലക്ട് ബാക്ക് ചെയ്ത ശബ്ദം കുറച്ച് നേരത്തേക്ക് കൂടി അവിടെ ഉണ്ടാവും, അതിന്റെ എഫക്റ്റ് കുറച്ച് നേരത്തേക്ക് കൂടി ഉണ്ടാവും. ഇനി റെസൊണൻസ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് അതിന്റെ മാക്സിമം സ്ട്രോങ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാം. അതായത് എക്സ്റ്റേണൽ വൈബ്രേഷൻസ് ഒക്കെ കാരണം സ്ട്രോങ് ആയിട്ട് അത് വൈബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റെസൊണൻസ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായിരിക്കും ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസൊണൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ റെസൊണൻസ് കാരണം കൊണ്ട് തന്നെയാണ് അത് വീണ്ടും മാക്സിമം ഡിസ്റ്റൻസിൽ പിറ്റ് ബോൾസ് മൂവ് ചെയ്യുന്നത്. കാരണം നമ്മൾ പിയാനോന്ന് വരുന്ന വൈബ്രേഷൻസിന്റെ, അതായത് വൈബ്രേഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നതും പിറ്റ് ബോൾസിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അത് നിറയെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ നിറയെ ഡിസ്റ്റൻസ് മൂവ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. When the frequency of the external vibrations match the frequency of pit ball, this leads to a large movement or displacement. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.